ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഒരു മോട്ടറിൻ്റെ ഫോർവേഡ് റിവേഴ്സ് കണക്ഷനാണ്. അതായത് ഒരു മോട്ടർ ഫോർവേഡിൽ കറങ്ങുന്നതും അതുപോലെ അതിൻ്റെ കണക്ഷനിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ അത് റിവേഴ്സിൽ കറങ്ങുന്നതും അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നോക്കുന്നത്. ഒരു മോട്ടറിന് രണ്ട് ഡയറക്ഷൻസാണുള്ളത്. ഒന്ന് ഫോർവേഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. അതുപോലെ തന്നെ രണ്ടാമത്തേത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ഡയറക്ഷൻ എന്ന് പറയും. ഇതിൽ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ക്ലോക്കിൻ്റെ സൂചിയുടെ ഡയറക്ഷനിലുള്ള ഒരു മൂവ്മെൻറ്റ്, അതിനാണ് നമ്മൾ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു ഡയറക്ഷനെയാണ് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ റിവേഴ്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫോർവേഡ് റിവേഴ്സ് കണക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുള്ള ഒരു ഫേസിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു മോട്ടറിലേക്ക് RYB എന്നൊരു ഓർഡറിലാണ് നമ്മളൊരു സപ്ലൈ സാധാരണ കൊടുക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു RYB സപ്ലൈ മോട്ടറിലേക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു ടൈമിൽ മോട്ടറിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് പറയാം. ഇതിനെ നമ്മൾ റിവേഴ്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആക്കാൻ വേണ്ടി ചെയ്യുന്നത്, ഇതിൻ്റെ രണ്ട് ഫേസ്, ഏതെങ്കിലും രണ്ട് ഫേസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഫേസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. ആദ്യം നമുക്ക് ക്ലോക്ക് വൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയി. ഇനി ആദ്യം ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങിയിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് ചേഞ്ച് വരുമ്പോഴത്തേക്കും ഇത് തിരിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് മാറും. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കണക്ഷൻ വരുന്നത്. ഈ ഒരു ഫോർവേഡ് റിവേഴ്സ് കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്നത് രണ്ട് കോണ്ടാക്റ്റേഴ്സാണ്. ഒന്നൊരു ഫോർവേഡ് കോണ്ടാക്ടറായിട്ട് യൂസ് ചെയ്യാനും അതുപോലെ രണ്ടാമത്തേത് ഒരു റിവേഴ്സ് കോണ്ടാക്ടറായിട്ട് യൂസ് ചെയ്യാനും. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് ഒരു OLR റിലേ ആണ്, അതായത് ഒരു ഓവർലോഡ് റിലേ. എന്നുണ്ടെങ്കിൽ മോട്ടറിൻ്റെ ഓവർലോഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കാണാം, ഒരു നോബ് കൊടുത്തിട്ടുണ്ട്, ഒരു റോട്ടറി നോബ്. അതിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഈ മോട്ടറിൻ്റെ ആംബിയർ റേറ്റിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതനുസരിച്ചിട്ടായിക്കോളും മോട്ടറിൻ്റെ ഓവർലോഡിങ് വർക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു ഓൺ റോട്ടറി സ്വിച്ച്, അതായത് 3 പോയിൻ്റുള്ള 2 ഓൺ പൊസിഷനും ഒരു ഓഫ് പൊസിഷനുള്ള ഒരു റോട്ടറി സ്വിച്ചാണ്. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഓണും സെക്കൻഡ് പൊസിഷൻ 0, അതായത് സെക്കൻഡ് പൊസിഷൻ അല്ല, 0 പൊസിഷൻ എന്ന് പറയുന്നത് ഓഫും സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഓണും ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിൽ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും, 0 എന്ന് പറഞ്ഞത് ഓഫ് ചെയ്തിട്ട് സെക്കൻഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എപ്പോഴും നമുക്ക് എല്ലാ സർക്യൂട്ടിലും രണ്ട് ടൈപ്പിലുള്ള കണക്ഷൻസാണ് വരുന്നത്. ഒരു പവർ കണക്ഷനും അതുപോലെ തന്നെ ഒരു കൺട്രോൾ കണക്ഷനും. അപ്പോൾ പവർ കണക്ഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പവർ കണക്ഷൻ നമുക്കൊരു MCBയും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുണ്ടെങ്കിൽ ഒരു ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു പ്രൊട്ടക്ഷനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ MCB യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞപ്പോൾ തന്നെ സംസാരിച്ചാണ് ഈ രണ്ട് കോണ്ടാക്ടേഴ്സിൻ്റെ കാര്യം, ഒരു ഫോർവേഡ് കോണ്ടാക്ടറും ഒരു റിവേഴ്സ് കോണ്ടാക്ടറും. അതിൽ നമ്മൾ ഫോർവേഡ് കോണ്ടാക്ടറിൻ്റെ കൂടെ തന്നെ ആ OLR റിലേ കണക്ട് ചെയ്തിട്ടുണ്ട്. OLR നമ്മൾ ശരിക്കും രണ്ട് കോണ്ടാക്ടറിലും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കോണ്ടാക്ടറിൽ നമുക്ക് കണക്ട് ചെയ്യും. രണ്ടാമത്തെ കോണ്ടാക്ടറിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു OLR ത്രൂ തന്നെ മോട്ടറിലേക്ക് ഫീഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമുക്ക് കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ MCBയിലേക്കുള്ള ഇൻപുട്ട് സപ്ലൈ, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള RYB സപ്ലൈ MCBയിലേക്ക് കൊടുക്കും. ശേഷം MCBയുടെ ഔട്ടിൽ നിന്നാണ് നമ്മൾ RYB ഫസ്റ്റ് കോണ്ടാക്ടറിലേക്ക് കൊടുക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ആ ഒരു ഫേസ് ചേഞ്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ റൊട്ടേഷൻ മാറുന്നതെന്നുള്ളത്. സോ ആദ്യത്തെ കോണ്ടാക്ടർ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിനകത്ത് RYB എന്നൊരു ഓർഡറിലാണ് ഫേസ് സീക്വൻസ് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ രണ്ടാമത്തെ കോണ്ടാക്ടറിലേക്ക് കൊടുത്തപ്പോഴത്തേക്കും ആ ഒരു ഓർഡർ നേരെ മാറിയിട്ട് BYR എന്നൊരു ഓർഡറിലേക്ക് ആയിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ബ്ലൂ ഫേസും റെഡ് ഫേസും തമ്മിലാണ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏത് ഫേസ് ആണെങ്കിലും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേഷൻ മാറ്റാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ബ്ലൂ ഫേസും റെഡ് ഫേസും തമ്മിലാണ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഫസ്റ്റ് കോണ്ടാക്ടർ, അതായത് നമ്മുടെ ഫോർവേഡ് കോണ്ടാക്ടറാണ് ഫസ്റ്റ് ഓൺ ആവുന്നതെന്നുണ്ടെങ്കിൽ ഈ RYB ഓർഡറിലായിരിക്കുള്ളൂ മോട്ടറിലേക്ക് സപ്ലൈ ചെല്ലുന്നത്. സോ ആ ഒരു ടൈമിൽ മോട്ടർ ഫോർവേഡ് ഡയറക്ഷനിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർവേഡ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കുള്ളൂ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് കോണ്ടാക്ടർ, അതായത് റിവേഴ്സ് കോണ്ടാക്ടറാണ് നമ്മൾ ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മോട്ടറിലേക്ക് സപ്ലൈ പോകുന്നത് ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഔട്ട് ഫസ്റ്റ് കോണ്ടാക്ടറിലേക്കാണ് നമ്മൾ ലൂപ്പ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കോണ്ടാക്ടറിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടിലാണ് നമ്മൾ ഈ OLR റിലേ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ഓവർലോഡ് പ്രൊട്ടക്ഷൻ നമുക്ക് റിവേഴ്സ് ഡയറക്ഷനിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണക്ഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കണക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മോട്ടറിലേക്ക് സെപ്പറേറ്റ് കേബിളിൻ്റെ ആവശ്യമില്ല, ഈ ഒരു OLRൻ്റെ ഔട്ട് തന്നെ പോയിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത്, അതായത് നമ്മൾ റിവേഴ്സ് കോണ്ടാക്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് മോട്ടറിലേക്കുള്ള ആ ഒരു ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ഈ കോണ്ടാക്ടറിലുള്ള പോലെ തന്നെ ബ്ലൂ
യെല്ലോ റെഡ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ഷനിലായിരിക്കുള്ളൂ. സോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ഫേസ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും റൊട്ടേഷൻ ഓപ്പോസിറ്റ് ആവും എന്നുള്ളത്. സോ നമ്മൾ ആദ്യം നമ്മുടെ മോട്ടറിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് സീക്വൻസ് ചെല്ലുമ്പോഴത്തേക്കും മോട്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാകും. അതായത് നേരത്തെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ കൺട്രോൾ വയറിംഗ് ആണ്. കൺട്രോൾ വയറിങ്ങിൽ നമ്മളൊരു കൺട്രോൾ MCB യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു സിംഗിൾ പോൾ MCB ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ സർക്യൂട്ടിൽ വരുന്ന എന്തെങ്കിലും ഫോൾട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ MCB യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു കൺട്രോൾ MCB അല്ലെങ്കിൽ ഒരു സിംഗിൾ പോൾ MCB ത്രൂ ആയിരിക്കുള്ളൂ നമ്മൾ കൺട്രോൾ സപ്ലൈ എടുക്കുന്നത്. ഈ ഒരു സപ്ലൈ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഓവർലോഡ് റിലേ, അതായത് നമ്മുടെ OLR റിലേയുടെ ഒരു NC കോണ്ടാക്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് ഇത് ഓവർലോഡ് എന്തെങ്കിലും വന്നിട്ട് ട്രിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ നോർമലി ക്ലോസ് എന്ന് പറഞ്ഞ പൊസിഷൻ ഓപ്പൺ ആവും. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് കണക്ഷൻ കൊടുക്കുന്നത് ഈ ഒരു നോർമലി ഓപ്പൺ കണക്ഷനിലേക്കാണ്, നോർമലി ക്ലോസ്ഡ് കണക്ഷനിലേക്കാണ് OLRൻ്റെ. സോ മോട്ടർ ഇപ്പോൾ ഓൾറെഡി ഒരു ട്രിപ്പ് പൊസിഷനിലാണ്, അല്ലെങ്കിൽ ഓവർലോഡ് എന്തെങ്കിലും ഫോൾട്ട് വന്ന് ട്രിപ്പായി നിൽക്കുന്ന പൊസിഷനിലാണെങ്കിൽ ഈ ഒരു NC എന്ന് പറയുന്ന പോയിൻ്റ് ഓപ്പൺ ആയിരിക്കുള്ളൂ. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഔട്ട് പോകില്ല. സോ നമ്മളപ്പോൾ മോട്ടർ ഓൺ ആക്കാനുള്ള ഒരു കമാൻഡ് കൊടുത്താലും മോട്ടർ ഓൺ ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് കണക്ഷൻ നമ്മൾ NCയിലേക്ക് ഈ ഒരു OLRലേക്ക് കൊടുക്കുന്നത്. ഇനി ഓവർലോഡിൻ്റെ ഔട്ടാണ് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുക്കുന്നത്. ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു റോട്ടറി സ്വിച്ചിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ്. അതിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ, അതായത് റിവേഴ്സ് കോണ്ടാക്ടറിൻ്റെ നോർമലി ക്ലോസ് പൊസിഷനിലേക്കാണ് എടുക്കുന്നത് NC. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോണ്ടാക്ടർ ഓപ്പൺ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഈ ഒരു കോണ്ടാക്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് കോണ്ടാക്ടർ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഫേസ് ഇൻ്റർചേഞ്ച് ചെയ്താണ് ഇതിൻ്റെ കണക്ഷൻ ചെയ്യുന്നത്. സോ രണ്ട് ഫേസ് തമ്മിൽ ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ കോണ്ടാക്ടറിൻ്റെ ആ ഒരു NC ത്രൂ എടുക്കുന്നത്. ഇതിനെ ഇലക്ട്രിക്കൽ ഇൻ്റർലോക്കിംഗ് എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു NCയുടെ ഔട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് കോണ്ടാക്ടറിൻ്റെ, അതായത് ഫോർവേഡ് കോണ്ടാക്ടറിൻ്റെ A1ലേക്ക് കൊടുക്കുന്നത്. ഈ ഒരു കോണ്ടാക്ടറിൻ്റെ A1ലേക്ക് സപ്ലൈ ചെല്ലുമ്പോഴായിക്കോളൂ ഈ ഒരു കോണ്ടാക്ടർ ഓൺ ആവുന്നത്. ഇനി സെയിം തന്നെ രണ്ടാമത്തെ കോണ്ടാക്ടറിൻ്റെയൊക്കെ സപ്ലൈ എടുക്കുന്നത് നമ്മൾ ഈ OLRൻ്റെ ഔട്ടിൽ നിന്ന് തന്നെയാണ്. അതെടുത്തിട്ട് കോണ്ടാക്ടറിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റോട്ടറി സ്വിച്ചിൻ്റെ സെക്കൻഡ് പൊസിഷനിലേക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഔട്ട് നമ്മൾ ഫസ്റ്റ് കോണ്ടാക്ടറിൻ്റെ NC ത്രൂ സെക്കൻഡ് കോണ്ടാക്ടറിൻ്റെ A1ലേക്ക് കൊടുക്കും. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻ്റർലോക്കിംഗ് ആണ്. ഇനി ഇപ്പോൾ നമ്മളൊരു ആ റോട്ടറി സ്വിച്ച് കാണിച്ചിട്ടുണ്ട്. ആ റോട്ടറി സ്വിച്ചിൻ്റെ ഈ രണ്ട് പോയിൻറ്റുകളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 0 പൊസിഷനിൽ നമ്മൾ കണക്ഷനൊന്നും കൊടുക്കുന്നില്ല. അതായത് 0 പൊസിഷനിലേക്ക് എത്തുമ്പോൾ രണ്ട് കോണ്ടാക്ടറും ഓഫ് ആയിരിക്കുള്ളൂ. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു കോണ്ടാക്ടറിൻ്റെ കോയിലിൻ്റെ സപ്ലൈ അനുസരിച്ചിട്ട്, കോയിൽ എത്ര വോൾട്ടാണെന്നനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ A2ലേക്ക്, ഈ കോണ്ടാക്ടറിൻ്റെ A2ലേക്ക് ന്യൂട്രലോ അല്ലെങ്കിൽ വേറൊരു ഫേസോ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടായിക്കോളും ഈ ഒരു കോണ്ടാക്ടർ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനകത്തുള്ള ഫസ്റ്റ് പൊസിഷനിലേക്ക് വയ്ക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് കോണ്ടാക്ടർ, അതായത് ഫോർവേഡ് കോണ്ടാക്ടർ വർക്ക് ചെയ്തിട്ട് മോട്ടർ ഫോർവേഡ് ഡയറക്ഷനിൽ കറങ്ങുകയും, അതുപോലെ സെക്കൻഡ് പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും രണ്ടാമത്തെ കോണ്ടാക്ടർ, അതായത് റിവേഴ്സ് കോണ്ടാക്ടർ വർക്ക് ചെയ്തിട്ട് മോട്ടർ റിവേഴ്സ് ഡയറക്ഷനിൽ കറങ്ങുകയും ചെയ്യും. ഇങ്ങനെയാണ് മോട്ടറിൻ്റെ ഫോർവേഡ് റിവേഴ്സ് കണക്ഷൻ വരുന്നത്. സോ മോട്ടറിൻ്റെ ഫോർവേഡ് റിവേഴ്സ് കണക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.